എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം എല്ലാവരും ഇടുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ വീഡിയോ വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യ ബിൻസി അനുജത്തി സഹോദരി കൊച്ച് മരിയ കൊച്ച് ഇതവര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതായത് ഈ പ്രണവ് പ്രവീൺ വിഷയം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പിന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, കൊച്ചുണ്ടാകുന്നു, കൊച്ചിനെ കാണാൻ ആരും പോകുന്നില്ല. ജനങ്ങൾക്കാണെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അവരുടെ ചാനലിൽ പെറ്റുകിടക്കുന്നു ജനങ്ങളെല്ലാം. അങ്ങനെയായിട്ട് അവസാനം അവർക്ക് ഫോർച്യൂണർ 40-50 ലക്ഷത്തിന്റെ ഫോർച്യൂണർ വാങ്ങാനുള്ള പൈസ ഒപ്പിച്ച് കിട്ടി. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ KK ഫാമിലി ആണെങ്കിലും അന്തസ്സായിട്ട് നല്ല വ്യൂസ് കിട്ടി. അവരിങ്ങനെ ഏറിൽ നിന്ന് ഏറിലേക്ക് പോകുന്നതുകൊണ്ട് നല്ല വ്യൂസ് കിട്ടുന്നു, നല്ല പണം ഉണ്ടാകും. ഇതെല്ലാം കണ്ട് കൊതിച്ചിട്ട് ബിൻസിയുടെ സഹോദരിക്ക് ഈ അടുത്തൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു. ഇനി ഫോർച്യൂണർ വാങ്ങണമെന്നൊരു ആഗ്രഹം അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. അതിനുവേണ്ടി ചെയ്ത ഒരു പണിയാണോ എന്ന് അറിയില്ല. വീഡിയോ കണ്ടു മാത്രം അറിയില്ല. എന്നിട്ടാരും കടിച്ചു പറിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഇവിടെ പാട്ട് വെച്ച് സന്തോഷിച്ചിട്ട് കൊച്ചിലെ മുതൽ എന്റെ അനുഭവം വീടുകളെ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മേലെ മുഴുവൻ പാടാൻ കൂടുതലും കണ്ണൊക്കെ പറിച്ചെന്റെ മൂടിയൊക്കെ പിടിച്ചു പോയി. ആരും വീടുവരെ കണ്ടെത്തിയത് എല്ലാം കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്തതായവരെ. അപ്പൊ ഇതാണ് വിഷയം. അതായത് മരിയക്കൊച്ച് എന്ന് പറഞ്ഞാൽ ചാച്ചന്റെ ഓട്ടോ, അമ്മ ബിൻസിയുടെ സഹോദരി മരിയക്കൊച്ച് ആലപ്പുഴ കോളേജിൽ പഠിക്കാൻ തോന്നുന്നു. ഇവര് തമ്മിൽ വളരെ അധികം സ്നേഹമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും ഇപ്പൊ ഈ കൊച്ചു വന്ന് പറയുന്ന അതിന്റെ മുടി പിടിച്ചു വരച്ചു, ട്രാക്കുളയെ പോലെ കടിച്ചു പറിച്ചു. പിന്നെ നിങ്ങൾ ഈ കാണുന്നൊന്നും അല്ല, ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നതല്ല അവളുടെ യഥാർത്ഥ സ്വഭാവം, ഇതാണ് എന്ന് പറയും. പക്ഷെ ഈ കൊച്ചിരുന്ന് ഇങ്ങനെ തേങ്ങി നെഞ്ചുപൊട്ടി കരയുമ്പോൾ ആൾക്കാരിട്ടിരിക്കുന്ന കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ച് വളരെ കരച്ചിലാണ്. പക്ഷെ കൊച്ചിന് എത്ര ശ്രമിച്ചിട്ടും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വന്നിട്ടില്ലല്ലോ എന്നാണ് ജനങ്ങൾ ഇട്ടിരിക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ കൊച്ച് ഭയങ്കര കരച്ചിലാണ്, കരയുന്നുണ്ട്. പക്ഷെ കണ്ണീരങ്ങനെ വന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പം അത്ര കണ്ണീര് വന്നിട്ടില്ല. എന്താ കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കരയുന്നുണ്ട്. അത് ജനങ്ങൾക്കൊരു ഡൗട്ടായിട്ടിരിക്കുക. കാരണം ഇത്രയും കാലങ്ങളായി കുറേയധികം ആക്ടിങ് എല്ലാവരുടെയും കണ്ട് മടുത്ത് ജനങ്ങൾ. അത് കാരണം ജനങ്ങൾക്കിപ്പം ഇവരുടെയൊക്കെ ഉഡായ്പ കുറച്ചൊക്കെ അറിയാം. ഇവർ അടുത്ത ഫോർച്യൂണറോ ബെൻസോ ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണോ ഇല്ലയോ എന്നറിയില്ല. എന്താണെങ്കിലും റിയൽ ആണോ ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ റീലും റിയാലിറ്റിയും രണ്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ട്. ഇപ്പൊ 50-50 നിൽക്കുന്നത്. ഇത് ഉണ്ടായതാണോ ശരിക്ക്? അതായത് സഹോദരിയെ ഇത്രമാത്രം ബിൻസി ഉപദ്രവിച്ചോ എന്നുള്ളത് ഒരു സൈഡ് ഇത് കാർ വാങ്ങാൻ ഉള്ള പരിപാടിയാണോ, വൈറലായിട്ട് നിൽക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളൊരു സംശയം കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മസ്താനിയൊക്കെ എടുത്തിട്ട് പെരുമാറുന്ന നമ്മൾ റീ എൻട്രി കണ്ടല്ലേ, ബിഗ് ബോസിന്റെ റീ എൻട്രിയിൽ മസ്താനിയോടൊക്കെ ചെവിക്കല്ലടിച്ച് ഞാൻ തീർത്തേനെ എന്നൊക്കെ പറഞ്ഞുള്ള പ്രകടനം ഓർക്കുന്നുണ്ട്. മറന്നവർ ഇതൊന്ന് കണ്ടു നോക്ക്. എന്റെ വായിൽ നല്ല ചെറ്റ വർത്താനം വരുന്നുണ്ട് ബസ്സാണ്. പക്ഷെ നിന്നെ പോലെ തറയല്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ ഇറങ്ങി പോകത്തില്ലായിരുന്നു. അടിച്ചു നിന്നെ ഒതുക്കിയാരെ. അമ്മാതിരി വർത്താനോ നിന്റെ കയ്യിലിരിപ്പ്. ആർജെ ബിൻസിയെ കുറിച്ച് പറയുമ്പോൾ ബിൻസി ആർജെ ആണല്ലോ. ആർജെ ബിൻസി അങ്ങനെ നമ്മളത്ര അറിയപ്പെട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ബിഗ് ബോസ് താരം ബിൻസി എന്നുള്ള രീതിയിൽ. പുള്ളിക്കാരത്തിക്ക് ഒരു നിർഭാഗ്യം സംഭവിച്ച എവിടെയാന്ന് ചോദിച്ചാൽ, ബിഗ് ബോസിൽ പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഔട്ട് ആകേണ്ടി വന്നു. അവിടെ അന്ന് അപ്പാനിയായിട്ടുള്ള വിഷയം എന്തോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ആഴ്ച ഔട്ടായി. പുള്ളിക്കാരത്തിന്റെ പ്രകടനമൊന്നും കാഴ്ചവെക്കാനൊന്നും സാധിച്ചില്ല. ശരിക്കും നിന്നിരുന്നെങ്കിൽ കുറച്ചൊക്കെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേനെ. പക്ഷെ അതൊന്നിനും ജനങ്ങൾ അവസരം കൊടുക്കാതെ ടപ്പേന്നും
പറഞ്ഞ് അങ്ങോട്ട് ഔട്ടാക്കി. അത് അപ്പാനിയായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പുള്ളിക്കാരത്തി വെളിയിലിറങ്ങി അപ്പാനിയുടെ വൈഫിനെയൊക്കെ കണ്ട് സംസാരിച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ജനങ്ങൾ വിശ്വസിച്ച പോലെ ഒന്നുമല്ല എന്ന് അപ്പാനിയും വന്ന് പറഞ്ഞു, ബിൻസിയൊക്കെ വന്ന് പറഞ്ഞു. ഏതായാലും ജനങ്ങൾക്ക് ആ പ്രാവശ്യം ഇഷ്ടപ്പെടാതെ ആ ആഴ്ച പുറത്താക്കി. പക്ഷെ അവിടെ കൊണ്ടൊന്നും കഥ തീർന്നില്ല. കിട്ടാതെ പോയ ആ ഒരു ഫെയിമൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ബിൻസി പിന്നെ അങ്ങോട്ട് തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ചാച്ചനെയും കൂട്ടി, ചാച്ചന്റെ ഓട്ടോയെയും കൂട്ടി, എല്ലാവരെയും കൂട്ടി, ഓരോരോ ആളാം വീതമുള്ള ചാനൽ കൂട്ടി ആഴ്ച ഓരോ വിഷയങ്ങളായിട്ട് എടുത്തിട്ട് അത് വൈറലാക്കാൻ ശ്രമിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. എന്ത് ചെയ്താലും അത് 4 ആളെന്ന് സംസാരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ബിൻസി നമ്മുടെ അക്ബറിന്റെ വിവാഹത്തിന് വന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എല്ലാവരും ഇടാറുണ്ട് ഒരു പാവാടയും ബ്ലൗസും. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, ഇപ്പോഴല്ല കുറച്ച് വർഷമായി അത് ഇടുന്നുണ്ട്. ആ ഒരു വേഷമാണ് ബിൻസി ഇട്ട്. പക്ഷെ ബിൻസി അത് ഇട്ട് വന്നപ്പോൾ സകലമാന മനുഷ്യരും അത് തന്നെ കമന്റ്, എന്താണ് അടിപ്പാവാടയും സാരി ബ്ലൗസും ഇട്ട് വന്ന പോലെ, സാരി ഉടുക്കാൻ മറന്ന പോലെ. ഇതായിരുന്നു വിഷയം. ബിൻസി അതിനെ ഡിസൈൻ ചെയ്തെടുത്ത് വെച്ചത് അങ്ങനെ ആവാം, അല്ലെ അവർ മറ്റേ കോട്ടയംകാരെങ്ങാണ്ട് ഡിസൈൻ കൊടുത്തത് അവർക്ക് അബദ്ധം പറ്റിയതാണോ എന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ബിൻസിയുടെ കാഴ്ചപ്പാട് എന്താണ് ഞാൻ ചോദിക്കുമ്പോൾ ബിൻസി ഇട്ട് വന്നത് പാവാട ബ്ലൗസുമാണ്. അത് സാധാ എല്ലാവരും ഇടുന്ന വേഷം. പക്ഷെ ബിൻസി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫിഷ് കട്ട് പാവാടയൊക്കെ ഇട്ട പോലെ ഒരു സാരി ഉടുക്കാൻ മറന്നുപോയ ഒരു അവസ്ഥ. അണ്ടർ സ്കേർട്ടും പാവാട ഇട്ട് വന്ന പോലെയായിരുന്നു തോന്നുന്നത്. അക്ബറിന്റെ വൈഫിന്റെ കൂടെ നിൽക്കുമ്പോൾ എത്രയും വേഗം ഒന്ന് പോയി കിട്ടിയാൽ മതി ഇവരെന്നുള്ളതായിരുന്നു അക്ബറിന്റെ വൈഫിന്റെ മുഖത്തെ ഭാവം എന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സ് ഉണ്ട്. അപ്പൊ അത് വിവാദമായേ. പിന്നെ ഈ അടുത്ത് വിവാദമായത് എന്താണ്, ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു. ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത് കൊണ്ടൊരു വൈറലാവില്ല, മില്യൺ കണക്കിന് വ്യൂസ് കിട്ടില്ല. പക്ഷെ ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീഴുവാണെങ്കിലോ. പുതിയതായിട്ട് ബിൻസി മരിയക്കൊച്ചിന് ബൈക്ക് മേടിച്ചു കൊടുത്തു. അത് എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ്. നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും പുള്ളിക്കാരത്തി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും കമന്റ് ഇടുക, അല്ലെ ആരെങ്കിലും റിയാക്ട് ചെയ്യുക, അപ്പൊ പുള്ളിക്കാരത്തി അതിനെതിരായിട്ട് വന്ന് പ്രതികരിക്കുക. അങ്ങനെ നെഗറ്റീവ് കണ്ടന്റിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു രീതി ബിൻസിയുടെ ഇതിൽ കണ്ടുവരുന്നുണ്ട് സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെ മരിയക്കൊച്ച് ഈ നടത്തിയത് ഒരു നാടകമാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. ഇത് ഒറിജിനലാണോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കെല്ലാം കമന്റിൽ കണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ട്. കെ ഫാമിലി അനുകരിക്കുകയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. കാരണം ബിൻസിയുടെ ഇതുവരെയുള്ള നോക്കിയാൽ എങ്ങനെയും വിവാദങ്ങളിൽ നിൽക്കണം, എന്നാലേ ബിൻസിയുടെ പേരിങ്ങനെ ചർച്ചയാകുള്ളൂ. അല്ല പിന്നെ എന്ത് ചെയ്യാനാണല്ലോ, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പിന്നെ വേറൊരു സൈഡിൽ പറയുകയാണെങ്കിൽ ബിൻസിയാണ് അവരുടെ വീടിന്റെ ഒരു വരുമാന അത് കാരണം ഒരുപക്ഷെ ഇവരെല്ലാം മടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ബിഗ് ബോസ് കണ്ടത് വെച്ചിട്ടാണ് റീ എൻട്രി ചെന്നിട്ട് അനുമോളെ എന്തായിരുന്നു അനുമോളെ അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അരച്ചു കുടിക്കുമെന്ന് നമ്മൾ പറയാല്ലേ, ആ രീതിക്കായിരുന്നു അനുമോൾ അങ്ങോട്ട് കയറി കപ്പടിക്കാറായി. ബിൻസിയൊക്കെ എല്ലാവരും ഈ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേനോ എല്ലാവരും കപ്പ് സ്വപ്നം കണ്ടാ പോകുന്നത്, അല്ലെങ്കിൽ 100 ദിവസം നിൽക്കാമെന്നുള്ള രീതിക്കാണ് പോകുന്നത്. അത് സാധിക്കാതെ അവരൊക്കെ ഇടയ്ക്ക് വെച്ച് പോരുകയും അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാൾ മുന്നോട്ട് പോവുകയും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് പിന്നെ ഒരു അവസരം റീ എൻട്രി കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ആ പോയ എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു പിടിക്കാൻ നോക്കും. അതിനു പകരം ബിൻസി അവിടെ പോയി നടത്തിയ പ്രകടനം അയ്യോ എന്തായിരുന്നു. ആ ഉള്ളിലെ അവരോടൊക്കെയുള്ള കലിപ്പ് ബിൻസിക്ക് അടക്കി വെക്കാൻ പറ്റാതെ ബിൻസി അങ്ങോട്ട് ശരിക്കും ഇങ്ങനെ നാഗവല്ലിയായിട്ട് അങ്ങ് അവതരിച്ച് ഒന്നുകൂടെയുള്ള വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് ബിൻസി വെളിയിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മരിയക്കൊച്ച് വന്ന് ഇതുപോലെ കടിച്ചു പറിച്ചു ഉള്ളതാണെങ്കിൽ ഇത്രയും പരിപാടി ചെയ്യാൻ ഡ്രാക്കുളയാണോ രക്തം കുടിക്കുന്ന ഇങ്ങനെ കടിച്ചു പിടിക്കാൻ. സഹോദരിമാരൊക്കെ തമ്മിൽ വഴക്കുണ്ടല്ലേ, അനിയനും ചേട്ടനും ഒക്കെ തമ്മിൽ വഴക്കുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലെയൊക്കെ ഉപദ്രവിക്കാതെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് കടിച്ച് അതിന്റെ കൈവെള്ളയൊക്കെയാണ് കടിച്ചു പറിച്ചിരിക്കുന്ന, ചോര വന്നിട്ടൊക്കെയുണ്ട്. അപ്പൊ ഇത് എന്തൊരു ഉപദ്രവമാണ്. എന്നിട്ട് ഇനിയിപ്പോ ബിൻസിക്ക് സിനിമയിലൊക്കെ അവസരം നോക്കുന്നതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പെങ്കൊച്ച് പറയുന്ന സത്യമാണെങ്കിൽ മരിയക്കൊച്ചേ എന്നും പറഞ്ഞിങ്ങനെ മരിച്ചു കിടക്കുന്ന സ്നേഹം. മരിയക്കൊച്ചിന്റെ കോളേജിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം നോക്കി ഒരു കുരുത്തക്കേട് ഒപ്പിക്കാന്ന് പറഞ്ഞ് മരിയക്കൊച്ചിനെ കൊണ്ട് കോളേജിൽ പോകുന്നുണ്ട്. ഞങ്ങൾ മരിയുടെ കോളേജിലോട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോ എന്തായാലും കിട്ടും. കാരണം 10 മണിക്ക് പോകേണ്ട കോളേജിൽ 12:30 എന്നാലും പോയിട്ട് വരാം. സ്മൂത്തായിട്ട് എടുത്തല്ലോ. ചാച്ചനും അമ്മ വീട്ടിലില്ലാത്തപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമല്ലോ. അങ്ങനെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് ഞാനും മരിയും കൂടെ കറിവെടുത്തോണ്ട് ഇറങ്ങിയിട്ട്
ഇവരുടെ സ്നേഹം, ഇവര് തമ്മിലുള്ള സ്നേഹം നോക്കാനാണ് ഇഷ്ടംപോലെ സീനുകളുണ്ട് കേട്ടോ. അത്രയും സ്നേഹമാണ്. ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ സ്നേഹം മൂത്തിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരം ബിൻസിയുടെ ഭാഗത്ത്, ഇത് എന്റെ അനുജത്തി അല്ല ദത്തെടുത്തതാണെന്നോ അങ്ങനെ കിട്ടിയതാണെന്നോ ഇത് അങ്ങനെ എന്തൊക്കെയോ അടിച്ചുവിടുന്ന ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹം അങ്ങ് വാരിക്കോരി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതല്ല ഒറിജിനൽ, ഇതാണ് ഒറിജിനൽ. എന്റെ പൊന്നു ബിൻസി, ഇത് ഇച്ചിരി ക്രൂരതയാണ്. സഹോദരിമാരൊക്കെ വഴക്കുണ്ടാക്കും, പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് കടന്നു പോകരുത്. അതല്ല ഫോർച്യൂണർ വാങ്ങാനുള്ള നമ്പരാണോ അതോ ബെൻസ് വാങ്ങാനുള്ള നമ്പരാണോ എന്നറിയില്ല. ബിൻസി ഇതിനൊന്നും പ്രതികരണം നടത്തിയിട്ടില്ല. ഈ കൊച്ചി വീഡിയോ ഇട്ടിട്ട് അപ്പൊ തന്നെ റിമൂവ് ചെയ്തു. പക്ഷെ അതിൽ വലിയ കാര്യമില്ല. അത് ഇപ്പോഴത്തെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല. അന്നാലേ വിവാദം ആവുള്ളൂ എന്നറിയില്ല. അപ്പൊ തന്നെ റിമൂവ് ചെയ്യും. വേറെ ഏരിയയിലും മിടുക്കന്മാര് അപ്പൊ തന്നെ അത് ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് പിന്നെ അത് ചർച്ചയാവുന്നത്. ഇതെന്ത് സംഗതിയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കൃത്യമായിട്ട് കണ്ട് അപ്പൊ തന്നെ ഇത് എടുത്ത് വെക്കുന്നവരും ഉണ്ട് ഒരു കൂട്ടര്. ഇവരത് ഇട്ട ഉടനെ തന്നെ റിമൂവ് ചെയ്യുന്നു. സജനയൊക്കെ ചെയ്യുന്ന അങ്ങനെ. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് നമുക്ക് ഇതുവരെ റിയാക്ഷൻ ചാനലുകാർക്ക് പോലും അതിന്റെ പിന്നിലെ രഹസ്യം പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.